മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി ഞാൻ പറയാണ്. എനിക്കിവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നതിന്. എൻ്റെ പേര് സുജിത. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് പെട്ടിമറ്റം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ 7 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ട് എനിക്കും ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി ജോലി ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 വർഷത്തോളമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രമിക്കുന്ന സമയത്ത് അവസാനം എത്തുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വരും, അത് റിജക്ഷനാവും. അങ്ങനെ 2 തവണ എനിക്ക് റിജക്ഷൻ കിട്ടിയതുമാണ്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞു, മോളെ നീ കൃപാസനം ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ, നീ അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്ക്, എനിക്കും ഒരുപാട് അമ്മ അനുഗ്രഹം തന്നിട്ടുള്ളതാണ്, അതുമല്ലാതെ ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു, നമുക്ക് ലാസ്റ്റ് ഇതൊന്നും കൂടെ പോയി നോക്കാം, കൃപാസനത്തിൽ നിന്ന് പോവാം, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വരാം, അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. ഇതിന് മുന്നൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയും പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ നിന്ന് പോവാം, കാരണം ചേച്ചിയും ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുമായിരുന്നു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ തീരുമാനം എടുത്തു, നമുക്ക് നാളെ എന്നാൽ കൃപാസനത്തിൽ പോവാം എന്ന് കരുതി ഞാനും ഹസ്ബൻഡും ചേച്ചിയും കൂടെ വന്നു. ഞാനും ചേച്ചിയാണ് അന്ന് ഉടമ്പടി എടുത്തത്. ഒക്ടോബർ 29 2024 ഞങ്ങൾ ഉടമ്പടി ആദ്യമായിട്ട് എടുത്ത് ആദ്യ നിയോഗം ഞാൻ എഴുതിയത് വിദേശത്ത് പോകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാതാവേ എത്രയും പെട്ടെന്ന് തടസ്സങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റണമെന്നായിരുന്നു ആദ്യം നിയോഗം എഴുതിയത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് കുഴപ്പം വീട്ടിൽ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞതും എനിക്ക് മെയിൽ വന്നു, വർക്ക് പെർമിറ്റ് ഔട്ടായിട്ടുണ്ട് എന്ന്. വർക്ക് പെർമിറ്റ് ഔട്ടായിട്ടുണ്ടെന്ന് മെയിൽ വന്നു. അതിനുശേഷം 1 ആഴ്ച കഴിഞ്ഞത് ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ നവംബർ 25 VFSലോട്ട് പോകണം, അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണ്, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ അവിടെ പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് 25 ആയി. സബ്മിറ്റ് ചെയ്യാൻ പോകേണ്ട ദിവസം രാവിലെ എന്നും പ്രാർത്ഥനയും മുടങ്ങാതെ ചൊല്ലുമായിരുന്നു. അപ്പോൾ അന്ന് പോകുന്ന ദിവസം രാവിലെ തന്നെ ഇന്നും പ്രാർത്ഥന ചൊല്ലുന്ന പോലെ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസപ്രമാണം പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി, ഞാൻ പാസ്പോർട്ടിൻ്റെ മേലെ അറിയാത്ത രീതിയിൽ അമ്മയുടെ തൈലം ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു. മാതാവേ എനിക്ക് നല്ല വിസ അടിച്ച് കിട്ടണേ മാതാവേ, ഒരു കുഴപ്പം കൂടാതെ എനിക്ക് പോകാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി വിസ സബ്മിറ്റ് ചെയ്യാൻ പോയി. അവിടെ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ VFSൽ പോയി കുഴപ്പമൊന്നുമില്ല, വിസ പേപ്പർ സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് 60 പേര് വെച്ചിട്ടുണ്ട്, അതിൽ എല്ലാവർക്കും ഇൻ്റർവ്യൂ വരണമെന്നില്ല, ചിലപ്പോൾ 1-2 പേർക്ക് വരാം, ചിലപ്പോൾ 10 പേർക്ക് വരാം, നിങ്ങളെ കോള് പ്രതീക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സ്വാഭാവികമായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതിരിക്കണം, ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ എന്നെ വിസ അടിച്ചു തരണം ഞാനും പ്രാർത്ഥിച്ചു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് കോള് വന്നു, ഇൻ്റർവ്യൂ കോള് വന്നു. ഡിസംബർ 10 എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, കൊച്ചി VFS വെച്ച് തന്നെയാണ്, അന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, എന്തായാലും മാതാവ് കൂടെ ഉണ്ടല്ലോ, ഇത്രയും മാതാവ് അനുഗ്രഹം തന്നെങ്കിൽ ഇനിയും മുൻപോട്ടും മാതാവ് അനുഗ്രഹം തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ പോകും സമയത്ത് എൻ്റെ മാലയുടെ കൂടെ ഞാൻ അമ്മയുടെ ലോക്കറ്റ് ഇട്ടുകൊണ്ടാണ് പോയത്. ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ 18 പേര് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ആദ്യത്തെ തന്നെ എന്നെ വിളിക്കരുത്, കാരണം ആദ്യം ചെന്ന് ഉടനെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരത്തില്ല, എന്നെ അവസാനം വിളിച്ചാൽ മതി. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ 18 പേരില്ല 17ാമത്തെ ആളായിട്ട് എന്നെ വിളിച്ചു ഇൻ്റർവ്യൂ അവിടെ ഇരിക്കുമ്പോഴും ഞാൻ പഠിച്ചതൊന്നുമല്ല ഓർക്കുന്നത്, മാതാവിൻ്റെ പ്രാർത്ഥന മാത്രം ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. മാതാവേ എന്നെ പ്രതീക്ഷനെ ഇടയാക്കണമെന്ന് ഒരു വാക്ക് മാത്രം ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഞാൻ അവിടുന്ന് പഠിച്ചതൊന്നും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ വിളിച്ചു, ഇൻ്റർവ്യൂവിനകത്ത് പോയി ഇരുന്നു. ആദ്യം തന്നെ സാർ നമ്മൾ വിഷ് ചെയ്ത് ചോദിച്ചു. എനിക്ക് ആദ്യം പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം തന്നെ മാതാവേ എനിക്ക് ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ല, മാതാവ് ഉത്തരം പറഞ്ഞ് എനിക്ക് തരണേന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അധികമൊന്നും എന്നോട് ചോദിച്ചില്ല, വെറും 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. 4 മിനിറ്റ് പോലും എടുത്തില്ല എനിക്ക് ഇൻ്റർവ്യൂ കഴിയാനായിട്ട്. പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പോയി. അപ്പം ഞാൻ വൈകിട്ടൊന്നും പ്രാർത്ഥിക്കുന്നു, മാതാവേ എന്തായിരിക്കും പെട്ടെന്ന് 4 മിനിറ്റ്, എല്ലാവർക്കും 5-6 മിനിറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, എനിക്ക് 4 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റായത് കൊണ്ടായിരിക്കും എന്നൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്തു. അങ്ങനെ ജനുവരി 18 എനിക്ക് മെയിൽ വന്നു, ഞങ്ങളുടെ പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് ആയിട്ടുണ്ടെന്ന് മെയിൽ വന്നു. ഞാനും ഹസ്ബൻഡും കൂടെ പോയി. 18 ഡിസ്പാച്ച് വന്ന് 20 ഞങ്ങൾക്ക് പാസ്പോർട്ട് കൈ കിട്ടിയത്. ഞാനും ഹസ്ബൻഡിനും കൂടെ പാസ്പോർട്ട് മേടിക്കാൻ പോയി. ഞാൻ മേടിക്കാൻ പോകുമ്പോഴും ഉള്ളിലുള്ള നല്ല മാതാവ് കൂടെയുണ്ട്, എങ്കിലും ഭയങ്കര ടെൻഷനായിരുന്നു, എന്തായിരിക്കും എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാനും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന ഹസ്ബൻഡും മേടിച്ചു.
മേടിച്ചപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചെറുതായിട്ടൊന്ന് ചോദിച്ചു. കാരണം ഇതിന് മുന്നേ ഞങ്ങളെ മേടിച്ചപ്പോൾ ഞങ്ങൾക്കറിയാം അതിനകത്ത് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡിൻ്റെ മുഖം വല്ലാതെ ആയിരുന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി. മാതാവേ ഇല്ലായിരിക്കുമോ? അപ്പം ഞാൻ ഹസ്ബൻഡിനോട് നേരത്തെ പറഞ്ഞായിരുന്നു, ഇൻ്റർവ്യൂ കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ഞാൻ മാതാവിനോട്, മാതാവേ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെതുകൊണ്ടോ എനിക്ക് കിട്ടില്ല, 100% ഉറപ്പാണ്. അമ്മ വിസ അടിച്ച് തന്നാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അമ്മ വിസ എനിക്ക് അടിച്ച് തരണം. ഞാൻ മുട്ടിപ്പായിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. വിസ കിട്ടിയ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ പറഞ്ഞേക്കുന്നത് മാതാവിനെ കൊണ്ട് കാണിച്ച ശേഷമാണ് നീ പാസ്പോർട്ട് നോക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ആ പാസ്പോർട്ട് നേരെ ബാഗിൽ വെച്ചോ, ഇവിടുന്ന് അത് തുറക്കരുത്. ഇന്ന കൃപാസനത്തിൽ ചെന്ന് അമ്മയുടെ മുന്നിൽ അത് ഓപ്പൺ ചെയ്താൽ മതി, അതിനെക്കുറിച്ച് നീ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഞാനും എൻ്റെ മൂത്ത കൊച്ചും ഹസ്ബൻഡും കൂടെ അപ്പം തന്നെ വന്നു. ഇവിടെ 4:30 ഞങ്ങളിവിടെ എത്തി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. മാതാവ് എന്താണെങ്കിലും മാതാവ് തരുന്ന സന്തോഷത്തോടെ സ്വീകരിക്കും. ഇല്ലെങ്കിലും മാതാവിനെ കൈവിടത്തില്ല. കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാതാവ് ഇന്ന് ഞങ്ങൾ മരണം വരെ മാതാവിൻ്റെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ കുടുംബം മൊത്തം എന്തായാലും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കവർ പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പേടി, ഞാൻ പൊട്ടിക്കത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു, ഹസ്ബൻഡ് പൊട്ടിച്ചു വന്നു. അപ്പം ഞാൻ കണ്ണ് തുറക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ അതിൽ പേപ്പർ ഇല്ലാതിരിക്കണേ, വിസ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹസ്ബൻഡ് അന്ന് പൊട്ടിച്ചു വന്നു. വിസ മാത്രമേ അതിൽ പേപ്പർ ഉണ്ടായിരുന്നില്ല, പാസ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാതാവേ എനിക്ക് ഒരുപാടൊന്ന് ഇവിടെ നിന്ന് ഞാൻ മുട്ടുകുത്തി അമ്മയെ ഞാൻ കാണിച്ചു കൊടുത്തു. മാതാവേ അമ്മ തന്ന അനുഗ്രഹമാണ്, അമ്മ തന്ന അന്നമാണ് എൻ്റെ ഈ വിസ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ സാക്ഷ്യം പറയാവുന്ന രീതിയിലാണ് വന്നേ. അപ്പോൾ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ ഞങ്ങളിങ്ങനെ വിസ അടച്ചു കഴിഞ്ഞ് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എവിടെ വീടെന്ന് ചോദിച്ചപ്പോൾ എറണാകുളമാണ്. മോളെ അത് അടുത്തല്ലേ, കുഴപ്പമില്ല, ടിക്കറ്റ് എന്നെ എടുക്കുന്നോ അന്ന് വന്ന് മോള് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞങ്ങൾ അതുകൊണ്ട് പോയി. അപ്പോൾ സാധാരണ ഈ വർക്ക് വിസ അടിച്ചു കഴിഞ്ഞാൽ 7 days എന്നാണ് ഏജൻസിയിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ 7 ദിവസമായി, 14 ദിവസമായി, 1 മാസം ഓവറായി. ഏജൻസി ഒന്നും പറയുന്നില്ല അവർ പോകാനായിട്ട്. കുറച്ച് പേര് കയറി പോവുകയും ചെയ്തു. അപ്പം കുറച്ച് പേര് ഞങ്ങളോടൊന്നും ടിക്കറ്റ് എടുക്കാൻ പറയുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ ഇരിക്കെ ഏജൻസിയിലൊന്ന് പോകാമെന്ന് എഴുതി ഏജൻസിയിലൊന്ന് ഞങ്ങളൊന്ന് പോയി. അപ്പോൾ അവരോട് കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഒരു വീടിൻ്റെ ഇഷ്യൂസാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കന്നെ വൈകി കഴിഞ്ഞ് എനിക്ക് അവിടുത്തെ ഡേറ്റൊക്കെ ഉണ്ട്, അതിൻ്റെ എക്സ്പയറി ആക്കി മുന്നേ അവിടെ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് 3 ദിവസം സമയം താട്ടെ, അതിനുള്ളിൽ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നു. വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിനോട്, മാതാവേ എന്താ പ്രോബ്ലം എന്ന് മാതാവിനെ അറിയാം, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. മാതാവ് അവരുടെ എന്താണോ പ്രോബ്ലം അത് മാതാവ് മാറ്റിക്കൊടുത്ത് എനിക്ക് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാനുള്ളത് മെസ്സേജ് എൻ്റെ ഫോണിൽ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്ക് 1:45 എൻ്റെ ഫോണിന് മെസ്സേജ് വന്നു, 26-ാം തീയതി മാൾട്ടയിൽ എത്തിച്ചേരാവുന്ന രീതിയിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് കണ്ടു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളോട് ഒരു 80,000 രൂപ പ്രതീക്ഷിച്ച ടിക്കറ്റ് അത്രേ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 78 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നോക്കുമ്പോൾ 1,80,000 രൂപയാണ് അന്നത്തേക്ക് ടിക്കറ്റ് ചാർജ് കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ മാതാവേ വീണ്ടും എന്തായാലും എന്ത് ചെയ്യും, ആ പൈസയ്ക്ക് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവർ ബുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞ കേസ്, ടിക്കറ്റ് കുറവാണ് എന്ന് പറഞ്ഞു. പിന്നെയും വിഷമമായി, എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യണമല്ലോ മാതാവ്, അത്ര രൂപ എൻ്റെ കയ്യിലുള്ളല്ലോ, എന്ത് ചെയ്യുന്നു പ്രാർത്ഥിച്ചു. അന്നേരമാണ് ഞങ്ങളുടെ ഏജൻസിന് പോകുന്നൊരു കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചു, ചേച്ചി അവരിങ്ങനെ ടിക്കറ്റ് ഇത്ര രൂപയാണ്, എൻ്റെ കയ്യിൽ ഇത്രയും പൈസയില്ല, എൻ്റെ കയ്യിൽ ഇത്ര രൂപയുള്ളൂ, അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോളെ നീ ബാംഗ്ലൂരിലൊന്ന് അവിടെ നിന്ന് നമുക്ക് ചെയ്യാം, അവിടെ പൈസ കുറവാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ഒരു ഏജൻസിയുടെ ഒരു ട്രാവലിൻ്റെ നമ്പർ ഞങ്ങൾക്ക് തന്നു. ഹസ്ബൻഡ് വിളിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നോക്കുമ്പോൾ ഈ കുറവുണ്ട്, അതായത് 16 മണിക്കൂർ നമ്മൾ ദുബായ് ചെന്ന് ലൈ ഓവർ ചെയ്യണം, എന്നാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ പൈസ ഇല്ല നമുക്കത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നമ്മുടെ റേറ്റ് ചോദിച്ചപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 78 രൂപ ഉണ്ടായിരുന്നു. എനിക്ക് മാതാവ് അനുഗ്രഹം തന്നത് 77,457 രൂപയ്ക്ക് എനിക്ക് ടിക്കറ്റ് ബുക്ക് കിട്ടി. ഞാൻ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 25-ാം തീയതിയാണ് ഞാൻ പോകുന്നത്, ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല.
ഒരുപാട് നന്ദി യേശുവിടെ മാതാവിനോട് ഞാൻ അറിയിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത അനുഗ്രഹം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കാലിൽ മുട്ടുവേദനയായിരുന്നു. ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് സാധാരണ മുട്ട് മാറ്റിയേക്കേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ നടക്കാൻ പറ്റത്തില്ല, മുട്ട് വേദനിച്ചത്. അപ്പോൾ എന്നും പറയുമായിരുന്നു ഭയങ്കര വേദനയെന്ന്. അപ്പം ഞങ്ങൾ ഈ നീ ക്യാപ്പൊക്കെ മേടിച്ചിട്ട് നോക്കി. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് നടക്കാൻ പറ്റത്തുള്ളൂ രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ അത് വെച്ച് നടന്നു. അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്ത് തൈലം വൈകിട്ട് സന്ധ്യപ്രാർത്ഥന കഴിയുമ്പോൾ എന്നും അമ്മയോട് പറയും അമ്മയും പ്രാർത്ഥിക്കണം. അമ്മയുടെ കാലിൽ എന്നും ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യപ്രാർത്ഥനയും എല്ലാം വിശ്വാസ പ്രമാണവും ചൊല്ലി തൈലം പുരട്ടി കൊടുക്കും. പിന്നെ അമ്മ പോലും അറിയാതെ ആ വേദന മാറി. അമ്മ ഒരു ദിവസം പറഞ്ഞു എനിക്കിപ്പോൾ അത് ഓർമ്മ പോലും ഇല്ല, ആ വേദന മാറിയത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് അമ്മ പറയുകയുണ്ടായി. അതൊരു അനുഗ്രഹം അമ്മ മാതാവ് തന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത് എൻ്റെ മൂത്ത കൊച്ചിന് ഇടയ്ക്ക് തലവേദന വരുമായിരുന്നു. അപ്പോൾ 2 തവണ ഇവള് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ കാര്യമാക്കിയില്ല, എന്തെങ്കിലും ആര് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ 3ാമത്തെ തവണ സ്കൂളിലോട്ട് വന്നപ്പോൾ ഇവള് ഭയങ്കര നിലവിളിയാണ്, തലവേദന, അമ്മയെ തല പൊട്ടി പോകുന്ന വേദനയാണ്, എന്ത് ചെയ്തിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു പാരസെറ്റമോളോ കൊടുത്തുമ്പോൾ ഇത് കഴിക്കി, നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർക്ക് ചീട്ട് ബുക്ക് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ചോദിച്ച കാര്യങ്ങളൊന്നും അവളൊക്കെ ഇല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, എന്തെങ്ങനെ തലവേദന എന്ന് അറിയാൻ പറ്റുന്നില്ല, നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം, സാധാരണയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനും കൊച്ചും കൂടിയിട്ട് വന്ന് ഹോസ്പിറ്റലിൽ പോയ, ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോഴും മാതാവേ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, എന്ത് ചെയ്യും? അപ്പോൾ ആ സ്കാൻ ചെയ്യാൻ ഞങ്ങൾ പോയി. അപ്പോൾ ഇവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മാതാവിനെ വിളിച്ച് നീ ഇരുന്നോളാൻ പറഞ്ഞു. ഞാനും അവളോട് സ്കാനിങ്ങിന് കയറിയായിരുന്നു. അവിടെ നിന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു, വിശ്വാസപ്രമാണം എൻ്റെ മാതാവേ എൻ്റെ കൊച്ചിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയണമെന്ന രീതി ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് വന്നു, 2 മണിക്കൂർ കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടി. ഞങ്ങളെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പവുമില്ല, മൈഗ്രെയിൻ്റെയാണ്, അത് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ചിലപ്പോൾ ഇനി കണ്ടുവെന്നും വരത്തില്ല എന്നും കൂടെ പറഞ്ഞു. അപ്പോൾ അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതിനുശേഷം ഇതുവരെ പിന്നെ തലവേദന കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടില്ല. രക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പേപ്പർ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ പേപ്പർ ചുമ്മാ അവിടെ ഇവിടെ ഇങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അത് പ്രാർത്ഥിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് അച്ഛൻ ധ്യാനത്തിലൂടെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനും അങ്ങനെ പേപ്പർ ഇങ്ങനെ കൊടുക്കാറുണ്ട്. നമ്മൾ അതിനായിട്ട് സമയം കളയുന്നില്ല, ജോലി കളയുന്നില്ല, ആ ജോലിയുടെ ഇടയിലാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, അച്ഛൻ പറയുന്ന പോലെ ചെയ്യണം തോന്നി. ഒരു ദിവസം ഞങ്ങൾ ലീവ് എടുത്തു. ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, ഞാനും എൻ്റെ കൊച്ചും കൂടെ പോയി. ഹോസ്പിറ്റൽ എവിടെയാണോ എവിടെ ഇറങ്ങണമെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, നമുക്ക് ചോദിച്ച് പോകാമെന്ന് കരുതി. മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റല്, അവിടെ ഞങ്ങൾക്ക് എവിടെ ഇറങ്ങി, ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നത്. ഞാനും എൻ്റെ കൊച്ചും കൂടെ പോയി. ബസ് ഇറങ്ങി ആൾക്കാരോട് ചോദിച്ചു, ഹോസ്പിറ്റലിൽ കണ്ടു കിട്ടി, എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ മോള് പറഞ്ഞു അമ്മേ ആരോടെങ്കിലും ചോദിക്കുക എവിടെ ഈ രോഗികളൊക്കെ കിടക്കണേന്ന് പറഞ്ഞ് ചോദിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ എഴുതുന്നത്. ഞാനും എൻ്റെ കൊച്ചും കൂടെ പോയി, രോഗികളെ കണ്ടു, പ്രാർത്ഥിച്ച് പേപ്പർ കൊടുത്ത് എല്ലാവരും നല്ല സന്തോഷത്തോടെ മേടിച്ചത്. അവർ എന്നോട് പറഞ്ഞു തന്നു മാതാവിനെ കുറിച്ച്, മോളെ ഞങ്ങൾ ഒരുപാട് പോയിട്ടുള്ളതാണ്, അനുഗ്രഹം കിട്ടിയേക്കണമെന്നാണ്, മോൾ എന്താഗ്രഹവും മാതാവ് സാധിച്ചു തരും, മോളെ മാതാവ് അനുഗ്രഹിക്കും. ആ ഒരു വാക്കൊക്കെ കേട്ടപ്പോൾ നമുക്ക് മാതാവിനെ കുറിച്ച് കൂടുതൽ അങ്ങ് പഠിക്കാനും അറിയാനാണ് തോന്നിയത്. അങ്ങനെ വന്നു. പിന്നെ ഞാൻ 10 പൊതി ചോറ് വീട്ടിൽ നിന്നുണ്ടാക്കി ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ 2 തവണ ഞങ്ങൾ 10 പൊതി ചോറ് അവിടുത്തെ രോഗികൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഞാൻ പ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. എന്ന് ബൈബിള് അരമണിക്കൂർ ഞങ്ങൾ വായിക്കാറുണ്ട്. പ്രാർത്ഥന ഇതുവരെയും മുടക്കേണ്ടി വന്നിട്ടില്ല. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1:16 നാം കേൾക്കുന്ന തിരുവചനം പോലെ സുജിത എന്ന മകളും ഫാമിലിയും, ആ മകൾക്ക് 2 വർഷത്തോളമായി താൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന തൻ്റെ യൂറോപ്യൻ വിസ ലഭിക്കുന്നതും അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന തടസ്സങ്ങൾ, അതൊക്കെയാണ് നാം ഇവിടെ കേട്ടത്. ഇൻ്റർവ്യൂവിൻ്റെയും അതുപോലെ തങ്ങൾക്ക് പൈസ കുറവുള്ള അവസരത്തിൽ തങ്ങളുടെ വിസയ്ക്ക് അടയ്ക്കേണ്ട പൈസ എത്രയാണെന്ന്, ടിക്കറ്റിൻ്റെ പൈസ, അതൊക്കെ പിന്നീട് തങ്ങൾക്ക് എങ്ങനെ തനിക്ക് ഉൾക്കൊള്ളുന്ന, അതായത് തൻ്റെ കയ്യിലുള്ളതിൻ്റെ രീതിയിലൊക്കെ 1 ലക്ഷത്തിലധികം പറഞ്ഞിരുന്ന ഇടത്ത് നിന്ന് തനിക്ക് അങ്ങനെയൊക്കെ എങ്ങനെയാണ് കുറഞ്ഞു കിട്ടിയത്. അതുപോലെ ഇവിടെ വിസ ലഭിക്കുന്നതിൻ്റെ പ്രോസസ്സിങ്, കുറേ കാര്യങ്ങൾ ഈ മകൾ പറയുന്നുണ്ട്. തടസ്സങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ കൃപയ്ക്ക് മേൽ കൃപ പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ അടുത്താണ്
നാം വന്നിരിക്കുക. അതാരെന്നില്ലാതെ ഈശോ ഒത്തിരിയേറെ തന്നെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന, അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കൃപയ്ക്ക് മേൽ കൃപയാണ് പ്രദാനം ചെയ്യുക. അങ്ങനെ തൻ്റെ വലിയൊരാഗ്രഹം നടന്നു. അത് അമ്മയെയാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത്. അമ്മയുടെ മുൻപിൽ നിന്നാണ് താൻ വിസയൊക്കെ ഓപ്പൺ ആക്കുന്നതെന്നൊക്കെ കേട്ടു. അങ്ങനെ സന്തോഷമായിട്ട് ഇന്ന് കുടുംബം ഒന്നിച്ചു വരുന്നു. തൻ്റെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ കിട്ടിയ രോഗസൗഖ്യ അനുഭവങ്ങൾ എല്ലാറ്റിലും ദൈവിക കൃപയുണ്ടെന്നും അതുപോലെ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെ ഈ മക്കൾ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കും കരങ്ങളടിച്ച് ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.